Praise the Lord. Welcome to Hebronians podcast. IPC ഹെബ്രോൺ ചാപ്പൽ കുമ്പനാലിലെ യുവജനങ്ങളുടെ ഒരു ചെറിയൊരു സംരംഭമാണ് ഈ ഒരു പുതിയ പോഡ്കാസ്റ്റ്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഹെബ്രോൺ സഭയിലെ ശുശ്രൂഷകൻ പാസ്റ്റർ ഡി സാംകുട്ടി അവர்களுം അദ്ദേഹത്തിൻ്റെ വൈഫ് റൂത്ത് സാം ആൻറ്റിയും ആണ് വന്നിരിക്കുന്നത്. ആൻറ്റി, അങ്കിൾ, വെൽക്കം ടു ദി ഷോ. നമ്മളിപ്പോൾ ഹെബ്രോൺ ചർച്ചിൻ്റെ 100ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവാണ് അടുത്ത മാസം. സോ ഈ 100 വർഷത്തെ ചരിത്രം, ഹെബ്രോൺ സഭയ്ക്ക് 100 വർഷത്തെ ഈ ചരിത്രം അങ്കിളുടെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത്? IPC എന്ന ഈ വലിയ സ്ഥാപനം 100 വർഷം മുൻപേ സ്ഥാപിതമായി. അതിൻ്റെ 100ാം വർഷത്തിൽ പ്രവേശിക്കുന്ന ഈ സമയം അതിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തുടങ്ങിയ സമയത്ത് ഇന്ന് കാണുന്ന യാതൊരു വിധത്തിലുള്ള ഉയർച്ചയോ വളർച്ചയോ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല. വളരെ ഞെരുക്കത്തിൻ്റെയും വളരെ ബുദ്ധിമുട്ടിൻ്റെയും ഒരു കാലത്താണ് അത് തുടങ്ങിയത്. എന്നാൽ ഇന്ന് എല്ലാ നിലയിലും ഉയർച്ചയും നന്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് 100 വർഷം വരെ അത് പിന്നിടാൻ സാധിച്ചു. 100ാം വർഷത്തിൽ അതിന് പാസ്റ്ററായിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഈ കൊയിനോനി എന്ന് പറഞ്ഞ മാഗസീനകത്ത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചർച്ചിൻ്റെ പണി ആദ്യത്തെ ചാപ്പൽ പണിയുമ്പോൾ വേൾഡ് വാർ നടക്കുന്നൊരു സമയമായിരുന്നു. അന്ന് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയും, അതുകൊണ്ട് പകുതി അവരുദ്ദേശിച്ച രീതിയിൽ പണിയാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിന് മുമ്പ്, അതായത് ആ ചാപ്പലിന് മുമ്പ് നമ്മൾ ഈ ചർച്ച് എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? കൊയിനോനിയിൽ നിന്ന് തന്നെ ഞാനും വായിച്ചുള്ള അറിവ്, KC ഉമ്മൻ കൊടുന്തറ, ആ കർത്താവിൻ്റെ ദാസൻ വളരെ ത്യാഗിയും സമർപ്പണമുള്ള ആളായിരുന്നു. അദ്ദേഹം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ തൻ്റെ വസ്തുവകകളും ദൈവത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ളൊരു സമർപ്പണം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലാണ് ആരംഭത്തിൽ സഭ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, വീട്ടിൽ തുടങ്ങിയ സഭയാണ് ഇന്ന് കാണുന്ന ഈ ഒരു ഹെബ്രോൻ എന്ന നിലയിലേക്ക് എത്തിയത്. അങ്കിൾ ഈ ഒരു ചർച്ചിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവും അല്ലേ? അപ്പം ഈ 2 വർഷം ഹെബ്രോൺ ചർച്ചിലോട്ട് വന്നിട്ട് അങ്കിളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടുന്ന് എന്താണ് പുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചേഞ്ചാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് എന്ന് വെച്ചാൽ അറിയാം. ഹെബ്രോൻ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. അതെ അതെ, കുമ്പനാട് ഹെബ്രോൻ പുരം. അപ്പോൾ ഇവിടെ ഒരു പാസ്റ്ററാകുക എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനം. കാരണം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു പാസ്റ്ററായിരിക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദൈവം യോഗ്യതയെ തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പം ഇന്ന് ഒരു സഭയുടെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നില്ല. ആരംഭകാലത്ത് അനുഭവിച്ച ദൈവദാസന്മാർ വളരെ ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവിച്ചാണ് ഒരു സഭ തുടങ്ങി വളർത്തിക്കൊണ്ടുവന്നത്. ധാരാളം ബുദ്ധിമുട്ടുകൾ, മുമ്പേ പറഞ്ഞ പോലെ യുദ്ധകാലത്തുണ്ടായ പ്രയാസങ്ങൾ, ക്ഷാമങ്ങൾ, അന്നൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അന്ന് ഇന്നത്തെ പോലെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ ഹോസ്പിറ്റലിൽ പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നില്ല. അപ്പോൾ ഒരു വേല നല്ല നിലയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഒരു പ്രത്യേകത. അപ്പോൾ തന്നെ ഈ സഭ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായി. അങ്ങനെ ശക്തന്മാരാണ് ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ അവർ ചെയ്ത ബേസിൽ നിൽക്കുന്നു എന്നൊരു ബോധ്യമാണ് എനിക്കുള്ളത്. ആൻറ്റി, ഹെബ്രോൻ സഭയിലെ പാസ്റ്റർ ആൻറ്റി എന്ന നിലയ്ക്ക് ആൻറ്റി ഇവിടെ വന്നിട്ട് എന്താണ് ആൻറ്റിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത്? ഹെബ്രോൻ സഭയിലേക്ക് വരാൻ ഉണ്ടായ ഒരു കാരണം തന്നെ ദൈവ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ ചില പരിമിതികളുടെ നടുവിൽ ഒരു അനിശ്ചിതത്തിൻ്റെ മുൻപിലാണ് ഹെബ്രോൻ സഭയിലേക്കുള്ള ഒരു ക്ഷണം ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് കിട്ടിയത്. അപ്പം തീർച്ചയായിട്ടും അത് ദൈവനിയോഗപ്രകാരം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പ്രാർത്ഥനയോടും ദൈവാശ്രയത്വത്തോടും കൂടെ ഇവിടെ വന്ന ആദ്യ ദിവസം മുതൽ തന്നെ അത് ആ ദൈവിക നിശ്ചയം തന്നെയായിരുന്നു എന്ന് ദൈവമക്കളുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥന കൊണ്ടും ഞാനത് അനുഭവിച്ച് മനസ്സിലാക്കി ഇന്നുവരെയും അങ്ങനെ തന്നെ ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു.
അങ്ങനെ അതുപോലെ ഹെബ്രോൺ സഭയിലെ പാസ്റ്റർമാർ, അതായത് ആദ്യത്തെ പാസ്റ്റർ KC ഉമ്മൻ അവർക്ക്, അദ്ദേഹത്തിന് ശേഷം ഒരുപാട് പാസ്റ്റർമാർ നമ്മുടെ ചർച്ചിൽ വന്നു. അപ്പോൾ അങ്ങൾ എത്രാമത്തെ പാസ്റ്ററാണ്? ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സഭ പുറത്തിറക്കിയ കൊയിനോനിയ എന്ന ആ സുവനീറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 1925 സ്ഥാപിതമായ അന്ന് മുതൽ ഇന്ന് വരെ 23ാമത്തെ പാസ്റ്ററാണ് ഞാൻ. കഴിഞ്ഞ 22 ദേവദാസന്മാർ ശുശ്രൂഷിച്ച സ്ഥലത്താണ് ഇപ്പോൾ 23ാമത്തെ ആൾ നിലയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കാൻ. ഇനി ഞാൻ കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് വരികയാണ്. അങ്ങളുടെ ബൈബിൾ കോളേജ് പഠിച്ചത് ഹെബ്രോൺ IBCയിലാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ പരീക്ഷ എഴുതി അനന്തരമാണ് ഞാനിവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ഏത് വർഷമായിരുന്നു? 1984 പഠിക്കാൻ വന്നു. അതും ഒരു ചരിത്രമാണ്. പ്രീ ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് ആ വർഷങ്ങളിലൊന്നും ഞാൻ ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. എന്നാലൊരു ചെറിയ കൂട്ടായ്മയിൽ ഞാൻ ഇരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായി സുവിശേഷ വേലയെക്കുറിച്ച്. അന്നേരം ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ മറ്റ് പ്രൊഫഷണൽ കോഴ്സിനൊന്നിനും പോകുന്നില്ല, കുമ്മനാട് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് താല്പര്യപ്പെട്ടു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അത് വലിയ സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ പിതാവും ഞാനും കൂടെ കുമ്മനാട് ഹെബ്രോൻ ബംഗ്ലാവിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TS അബ്രഹാം അവറുകൾ, അദ്ദേഹമാണ് അന്നത്തെ പ്രിൻസിപ്പാൾ, ഞങ്ങളോട് ചോദിച്ചു എന്താ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവവചനം പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഇവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു, അടുത്ത വർഷം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, എൻ്റെ മനസ്സ് അതുപോലെ താല്പര്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം അല്പം കൂടെയൊക്കെ പഠിക്കണം, അതിനുശേഷം ഒരു സുവിശേഷനായാൽ മതിയെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഞാൻ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ എൻ്റെ ഉള്ളിലുണ്ടായ ആ ബോധ്യമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കൂടുതലൊന്നും സംസാരിക്കാതെ ഒരു ആപ്ലിക്കേഷൻ ഫോം എനിക്ക് എടുത്തുകൊണ്ട് തന്നു. അടുത്ത തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുകയാണ്. സെൻട്രൽ പാസ്റ്ററിൻ്റെ ഒരു ശുപാർശയും കൂടെ വേണം എന്ന് പറഞ്ഞ് അന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KE മാത്യു അദ്ദേഹമായിരുന്നു. ഞാൻ ഹൈറേഞ്ചിൽ ആയിരുന്നെന്ന് കുമളിയിൽ. അപ്പോൾ അദ്ദേഹം എനിക്ക് ശുപാർശ കത്ത് തന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ അടുത്ത ആഴ്ചയിൽ ഇവിടെ വന്നു, ക്ലാസ്സിലേക്ക് അങ്ങ് കയറുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 84, 85, 85, 86 ഈ 2 വർഷം ഇവിടെ ഞാൻ പഠിച്ചു. അപ്പോഴും ഞാനൊരു സബ് ജൂനിയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഉയർന്ന നല്ല പ്രായമുള്ളവരാണ്. ഞാൻ വളരെ പ്രായം കുറഞ്ഞ വ്യക്തി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പരീക്ഷ എഴുതിയിട്ട് വരിക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ബാലകനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ആ 2 വർഷം ഞാൻ പഠിച്ചു, ദൈവത്തിനെ പഠിപ്പിച്ചു. അന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ പോലെയുള്ള പല ബ്രാഞ്ചസ് അന്ന് പഠിപ്പീരില്ല. ഇന്ന് ബൈബിൾ കോളേജിൽ ധാരാളം അറിവുകൾ വേദപുസ്തകത്തെ സംബന്ധിച്ചും മിനിസ്ട്രിയെ സംബന്ധിച്ചും ഇവാഞ്ചലിസത്തെ സംബന്ധിച്ചും മറ്റ് മതങ്ങളെ സംബന്ധിച്ചൊക്കെ ധാരാളം അറിവുകൾ ഉള്ള പഠനമാണ് ഇന്നുള്ളത്. എന്നാൽ അന്നത്തെ പഠനം അങ്ങനെ ആയിരുന്നില്ല. അനുഭവ സമ്പത്തുള്ള അപ്പച്ചന്മാരുടെ പഠിപ്പീരായിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ ത്രൂ ഔട്ട് ക്ലാസ്സിൽ ദൈവവചനം പഠിപ്പിക്കുക. അത് ഉൽപ്പത്തി മുതൽ 10, 20, 30 കുട്ടികളുണ്ടെങ്കിൽ ഓരോ ഭാഗം വായിക്കുക, അദ്ദേഹത്തോട് വായിപ്പിക്കുക, സാർ അതിൻ്റെ വിശദീകരണം കൊടുക്കുക. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു കുമ്പനാട്ടെ കാലം എന്ന് പറയുന്നത്. അന്ന് പുറത്ത് അറിയപ്പെടുന്നത് കുമ്പനാട്ട് ക്ലാസ് പഠിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കുമ്പനാട്ട് ബൈബിൾ സ്കൂളിൽ ക്ലാസ് പഠിക്കാൻ പോകുന്നു, ദൈവവചനം പഠിക്കാൻ പോകുന്നു. അപ്പോൾ അന്ന് പഠിച്ച ആ ദേവദാസന്മാർക്കൊക്കെ വേദപുസ്തകം സംബന്ധിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏകദേശം നല്ല ഒരു അറിവാണ് അന്ന് 2 വർഷം ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്തൊരു ദൈവപൈതലുണ്ടാകുന്നത്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം. ഞാനന്ന് പഠിച്ച ആ കാലയളവിൽ അപ്പച്ചന്മാരുടെ ഒരു സമ്പത്ത് ഉണ്ടായിരുന്നു. ആ ദൈവദാസന്മാരാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൻറ്റിക്ക് ഒരു മിഷണറി ലൈഫുണ്ട്, ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻറ്റിയുടെ ബ്രദേഴ്സൊക്കെയും ശുശ്രൂഷകന്മാരാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം.
ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് 6 വയസ്സുള്ളപ്പം എൻ്റെ മൂത്ത സഹോദരൻ ദൈവവചനം പഠിക്കാനായിട്ട് പോയി. അദ്ദേഹം അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വിശ്വാസ ജീവിതത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടു. തുടർന്ന് എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും തന്നെ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നു. ഞാൻ ഒരു 12 വയസ്സായപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം ആ സമയം മുതൽ എൻ്റെ മൂത്ത സഹോദരന്മാരെല്ലാം സുവിശേഷ വേലയിലായിരുന്നു. 3 സഹോദരന്മാരുണ്ട്, 3 പേരും സുവിശേഷ വേലയിലായിരുന്നു. അവർ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ 2 പേർ പ്രവർത്തിക്കുന്നു. മൂത്ത ബ്രദർ IPCയോടുള്ള ബന്ധത്തിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സുവിശേഷ വേലയെക്കുറിച്ച് വളരെ ആഗ്രഹം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മൂത്ത ബ്രദേഴ്സ് കൊണ്ട് തരുന്ന ഗോസ്പൽ പാക്കറ്റ്സൊക്കെ എൻ്റെ ബുക്സിനോട് കൂടെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് കഴിയാവുന്ന രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കാൻ തുടങ്ങി. സ്കൂളിലാണ് പഠിച്ചത്. അതായത് അവിടെ അധികം ക്രിസ്ത്യാനികളൊന്നുമില്ല, വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ ദേശത്ത് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിയാണ് ആ ദേശത്ത് ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായ ചില കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവിടെ വിശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് നിന്നു. അങ്ങനെ പഠിക്കുന്ന കാലയളവിൽ തന്നെ കൂട്ടുകാരോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പോയി. റിട്ടൺ ടെസ്റ്റ് ഞാൻ പാസ്സായി. പക്ഷേ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ എനിക്കത് ലഭിച്ചില്ല. കാരണം എൻ്റെ ഉള്ളിലെ ആഗ്രഹം മുഴുവൻ എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണമെന്നുള്ളതാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ താല്പര്യം ഞാൻ ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു, ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഒരു നഴ്സിംഗ് പഠനത്തിന് വേണ്ടിയിട്ട് ബീഹാറിലേക്ക് പോയി. പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം, ദൈവമേ എനിക്കത് ലഭിക്കരുത്, എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. അവിടെ നിന്നും അങ്ങനെ തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അതിനുശേഷം വീട്ടുകാരുടെ തന്നെ, സഹോദരങ്ങളുടെ തന്നെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കുറച്ച് നാൾ പഠിച്ചു. പക്ഷേ അവിടെ ദൈവം എനിക്ക് ഉന്നതമായ ഒരു വിജയം നൽകി. തുടർന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എന്നെ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്കായിട്ട് കയറ്റുകയും ചെയ്തു. അങ്ങനെ 8 മാസം ഞാൻ അവിടെ ജോലി ചെയ്തപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഗൾഫിലേക്ക് വരാനായിട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കി, പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ വേണ്ടി ഒരു റിക്രൂട്ട്മെൻറ്റ് കോൺഫറൻസിന് പോയി പങ്കെടുക്കാനിടയായി തീർന്നു. അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ 4ാമത്തെ ദിവസം എൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ തന്നെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനിടയായിത്തീർന്നു. ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ലോകപ്രകാരമുള്ള ഒരു ജോലിക്കായിട്ട് തയ്യാറെടുക്കുന്നില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും എന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിലേക്ക് ജോയിൻ ചെയ്തു. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഗേൾസ് ടീമിനോട് ചേർന്ന്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ഗേൾസ് ടീമിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഗ്രാമങ്ങൾ തോറും സുവിശേഷം പറയുവാനും ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷന് അങ്ങനെയുള്ള മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പോകാനിടയായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ഇടയായി. ആൻറ്റി അങ്ങനെ പോകുന്ന സമയത്ത് ആൻറ്റിക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരിക്കും? 20 വയസ്സ്. അത് കഴിഞ്ഞ് 22ാമത്തെ വയസ്സിൽ ഞാൻ മടങ്ങി വന്നു. വീണ്ടും മടങ്ങി വരേണ്ട ചില സാഹചര്യങ്ങൾ വീട്ടിലുണ്ടായി. എൻ്റെ മാതാവിന് സൗഖ്യമില്ലാതെയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വരേണ്ടി വന്നു കുറച്ച് നാളത്തേക്ക്. പക്ഷേ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ മാതാപിതാക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണമായിട്ടും ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ഇനി അവരെന്നെ ജോലിക്കായിട്ട് വിടുന്ന കാര്യത്തിന് തയ്യാറല്ലായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇനിയും ഫാമിലിയായിട്ട് പോകാനുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ദാസനുമായുള്ള ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും അന്ന് മുതൽ ആ ആഴ്ച മുതൽ തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ആ ഒരു കഥ പറയൂ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഹെബ്രോനിൽ പഠിച്ച കാര്യം. 84, 85, 86 വർഷത്തിൽ ഞാൻ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രായമില്ല. ഞാൻ 19 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ.
അന്ന് എനിക്കൊരു സഭാ ശുശ്രൂഷ എടുക്കാനുള്ള പ്രാഗൽഭ്യവും പ്രായം കൊണ്ടില്ല. അങ്ങനെ ഞാൻ മണക്കാലിൽ വീണ്ടും 4 വർഷം കൂടെ പഠിച്ചു. പഠനാനന്തരം എൻ്റെ സ്ഥലമായ ഹൈ റേഞ്ചിലേക്ക് പോയി. അപ്പം ഒരു സഭാ ശുശ്രൂഷയ്ക്ക് വിവാഹ ജീവിതം നിർബന്ധമായിട്ടും ആവശ്യമാണ്. അങ്ങനെ 2 വർഷത്തെ പയനിയർ വർക്ക് ഹൈ റേഞ്ചിൽ വണ്ടമേടിന് സമീപത്ത് ആരംഭത്തിലൊരു പഴയ സഭയിൽ 1 വർഷം ഇരുന്നു. അടുത്ത വർഷം ഒരു പയനിയർ വർക്ക് ഞാൻ ചെയ്തു. ആ സമയത്താണ് വിവാഹത്തെക്കുറിച്ചുള്ള ആലോചന വരുന്നത്. പല ആലോചനകൾക്ക് മുമ്പിൽ വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണാനുള്ള സാവകാശം ദൈവം ഒരുക്കി. ഞാനും എൻ്റെ പിതാവും മറ്റൊരു സഹോദരനൊക്കെ ആയിട്ട്, എൻ്റെ ഭാര്യ അന്ന് അവർ മാവേലിക്കരയിലായിരുന്നു. ഞങ്ങൾ ഹൈ റേഞ്ചിൽ നിന്ന് മാവേലിക്കര ചെന്ന് കണ്ടു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സുവിശേഷ വേലയെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകൾ, മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ആ സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടക്കുകയായിരുന്നു ചെയ്തത്. മക്കളെക്കുറിച്ച് ഒരു വാക്ക്. ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ തന്നു. 2 മക്കളും പറഞ്ഞാൽ അത്ഭുത ശിശുക്കൾ എന്ന് വേണം പറയാനായിട്ട്. മൂത്തതൊരു മോളാണ്. ഇന്ന് അവൾ വിവാഹിതയാണ്. 2 മക്കളുടെ അമ്മയാണ്. രണ്ടാമത്തെ മോനാണ്. ഇവർ 2 പേരും ഞങ്ങൾക്ക് ദൈവം എല്ലാം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചത് അത്ഭുത ശിശുക്കളാണ്. വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അതിഭയങ്കരമായ ഒരു ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് അങ്ങനെയൊരു ബ്ലീഡിങ് ആവർത്തിച്ചുണ്ടായാൽ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടും എന്നാണ് ഡോക്ടറുടെ അറിവിലും ഡോക്ടർ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കർത്താവിൻ്റെ കൃപയാൽ 10 ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വന്നു. അതിനുള്ളിൽ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഞങ്ങളെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. പ്രത്യേക നിർദ്ദേശം തന്നത് വളരെ ശ്രദ്ധിക്കണം, അധികം കഠിനമായ ജോലിയൊന്നും ചെയ്യരുത്, ഡെലിവറി വരെ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും അങ്ങനെയുള്ള പ്രത്യേക ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എൻ്റെ വൈഫ് സാധാരണ പോലുള്ള ജോലി ചെയ്യുകയും സുവിശേഷ പ്രവർത്തനത്തിൽ ഞങ്ങളന്ന് എൻ്റെ മാതൃസഭ കുമളിയിലുള്ള എൻ്റെ മാതൃസഭയിൽ തന്നെയാണ് ഞാൻ അത് ഇടയ്ക്കൊന്ന് കയറി പറയുകയാണ്. വിവാഹത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. ആദ്യത്തെ 2 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 3-ാമത്തെ വർഷം ഞങ്ങൾ തുടങ്ങുന്ന സത്യത്തിൽ എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററായിട്ട് തന്നെ ഞാൻ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കല്യാണം നടന്നെങ്കിൽ ഈ പിറ്റേ ആഴ്ച വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ പാസ്റ്ററായിട്ട് തന്നെ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ വിവാഹാനന്തരം ഉണ്ടാകുന്ന ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപുള്ള ആ കാലം വളരെ സങ്കീർണതകളാണ് മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. സങ്കീർണതകളുടെ സമയങ്ങളായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ അമ്മ, ഞാനിവിടെ കുമ്പനാട്ട് പഠിക്കുന്ന സമയത്ത് അമ്മ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സംബന്ധമായ ഒരു ആവശ്യം വന്നാൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈ റേഞ്ചിൽ നിന്ന് വൈഫിൻ്റെ ഭവനത്തിലേക്ക് മാവേലിക്കരയിലേക്ക് തന്നെ വന്നു. അവിടെ വന്നും ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടായ പ്രീവിയസ് ഹിസ്റ്ററി അവരോട് പറഞ്ഞു. അവരുടെ അറിവിൽ, അവരുടെ അനുഭവത്തിൽ പറഞ്ഞത് ഒരു നോർമൽ ഡെലിവറി നടക്കുകയില്ല, സിസേറിയന് വേണ്ടി ക്രമീകരിക്കണം. അതിന് എ നെഗറ്റീവാണ് പുള്ളിക്കാരിയുടെ ഗ്രൂപ്പ്. അപ്പോൾ അതനുസരിച്ച് ബ്ലഡൊക്കെ കണ്ടുപിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി അങ്ങ് പറയാം, രാവിലെ ഓപ്പറേഷൻ തീരുമാനിച്ചു. പക്ഷേ ഓപ്പറേഷന് വേണ്ടി ക്രമീകരിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം ഒരു നോർമൽ ഡെലിവറി തന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അനന്തരം ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഒത്തിരി അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഭാര്യ തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. അതെ, പാസ്റ്റർ പറഞ്ഞല്ലോ, മോൾ ജനിച്ചു. അതിനുശേഷം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവാണ്. എ നെഗറ്റീവ്. അപ്പം എനിക്ക് മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമ്പോൾ അത് എ നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പാസ്റ്ററുടെ ബി പോസിറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു ആൻറ്റി ഡി ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. പക്ഷേ
ഹോസ്പിറ്റലിലെ എന്തോ അശ്രദ്ധയോ അവിടുത്തെ ആ ലാബിലെ ഏതോ ഒരു മിസ്റ്റേക്ക് കാരണം ബ്ലഡ് ഗ്രൂപ്പ് ആദ്യം നോക്കിയപ്പോൾ അത് നെഗറ്റീവ് എന്നാണ് കാണിച്ചത്. പക്ഷേ വീണ്ടും രണ്ടാമത്തെ ദിവസം വീണ്ടും അവർ വന്ന് ബ്ലഡ് ഗ്രൂപ്പ് നോക്കി. പക്ഷെ അന്നേരം അത് ഈ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് 24 മണിക്കൂറിനകത്ത് ഈ ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. പക്ഷേ അവർക്കത് സാധിച്ചില്ല. പിന്നെ അത് ആ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് വളരെ പ്രയാസമായി, പ്രതിസന്ധിയായി. ഹോസ്പിറ്റലിൽ അത് വലിയൊരു ഇഷ്യൂ ആയി. അപ്പം ഹോസ്പിറ്റലിൻ്റെ അധികൃതർ ഞങ്ങളോട് പറഞ്ഞത് ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് ലാബിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ആൻറ്റിജൻ കമ്പനിക്കെതിരായിട്ട് ഒരു കേസ് നിങ്ങൾ ഫയൽ ചെയ്യുക. അത് മാത്രമേ ഇതൊരു പോംവഴിയുള്ളൂ. പക്ഷേ അടുത്ത ഒരു തലമുറയ്ക്കുള്ള സാധ്യത അവിടെ കൊണ്ട് അടയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ധൈര്യപ്പെട്ടു. ഞങ്ങൾ അവിടെയും വിശ്വാസം ഉയർത്തി കാണിച്ചു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ആക്കിയ ദൈവം വിശ്വസ്തനാണ്. ദൈവം എല്ലാത്തിനും മതിയായ ദൈവമാണ്. ഇവിടെ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ടോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മുടെ ദൈവം അത്ഭുതവാനാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കോംപ്രമൈസിലെത്തി. അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നില്ല, ദൈവം വിശ്വസ്തനാണ്, ദൈവം കാര്യങ്ങൾക്ക് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എന്നെ ഡിസ്ചാർജാക്കി വിട്ടു. പിന്നീട് ഒരു 3-4 വർഷമായപ്പോൾ വീണ്ടും ഞാൻ ഒരു കുഞ്ഞിനെ കൺസീവായി. വളരെ ചലഞ്ചിങ് ആയിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ നേരണം ടാബർനാക്കിൾ ചർച്ചിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ വളരെ മാനസികമായിട്ട് ഭാരത്തിൽ പോകുന്ന ഒരു സമയമായിരുന്നത്. മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയാണുള്ളത്. എന്തും സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമാണ്. അതായത് ഞങ്ങൾ 1-2 ഗൈനക്കോളജിസ്റ്റിനെ ആ സമയത്ത് സന്ദർശിച്ചു. അദ്ദേഹമൊക്കെ ഞങ്ങളോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഏക പോംവഴി ഇപ്പോൾ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുക, വീണ്ടും ആ ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു തലമുറ ഉണ്ടാകാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. എന്തും വരട്ടെ, മുൻപിൽ എന്തും വരട്ടെ എന്നുള്ള രീതി. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മുൻപോട്ട് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി. ഞങ്ങൾ ദൈവമക്കളോടൊക്കെ കാര്യം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം ഡെലിവറിയോടൊക്കെ അടുക്കുന്ന സമയമാകുമ്പോൾ ഒരു ദിവസം ഞാൻ അന്ന് ഇതുപോലെ ടി വിയോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു റേഡിയോ മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ആ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്തപ്പോൾ അന്ന് അതിൽ കേട്ടത്, നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാമെന്നൊരു പങ്ക്തിയാണ് അതിനകത്ത് കേട്ടത്. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ട് അടുത്ത ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോയിലേക്ക് കൊടുക്കുക, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇതേ സമയം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡ് എടുത്തു. പാസ്റ്റർ വീട്ടിലുണ്ടായിരുന്നില്ല, പാഴ്സനേജിലുണ്ടായിരുന്നില്ല. ഞാനൊരു പോസ്റ്റ് കാർഡ് എടുത്തിട്ട് എൻ്റെ ഹിസ്റ്ററിയിൽ അതുവരെ ഉണ്ടായ കാര്യം, മൂത്ത കുഞ്ഞുണ്ടായതും ഇപ്പോൾ ഞാൻ കൺസീവ് ആയിരിക്കുന്നതും എനിക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും ഞാൻ എഴുതി പറഞ്ഞ അഡ്രസ്സിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് അയച്ചു. അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ആഴ്ചയായി ഞാൻ ആ റേഡിയോ ട്യൂൺ ചെയ്തപ്പോൾ എൻ്റെ ലെറ്റർ അവർ വായിക്കുന്നു. ഒരു ഡോക്ടർ അതിന് മറുപടി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ 24 മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കേണ്ടതായിരുന്നു. എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇനിയും മുൻപിൽ എന്ത് റിസ്ക്കും വരാം. അതിന് നിങ്ങൾ തയ്യാറായിരിക്കുക. അത് പറഞ്ഞത് 2-3 കാര്യങ്ങൾ ഇതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ 95% കുട്ടികൾ ജനിച്ചാൽ, അതായത് 95% ജനനത്തിങ്കിൽ തന്നെ മരിച്ചു പോകും. അല്ല എങ്കിൽ 5% വന്നാൽ അത് ബുദ്ധിമാന്ദ്യമോ ആരോഗ്യ പ്രശ്നങ്ങളോ അംഗവൈകല്യങ്ങളോ ഉള്ളതായ കുട്ടികളായിട്ടായിരിക്കും ജനിക്കുക എന്നുള്ളത് പറഞ്ഞു. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ വളരെ ഇരട്ടിച്ചു. എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. എങ്കിലും ഏകദേശം 6 മാസത്തിൽ കൂടുതലായി. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ തന്നെ ഒന്നും ചെയ്യത്തില്ല. പ്രാർത്ഥനയാൽ ദൈവം വിടുവിക്കുക, ദൈവം സഹായിക്കുക എന്നുള്ള ഒറ്റ ആശ്രയമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. മെഡിക്കൽ സയൻസിനൊന്നും അതിന് ഇനിയും ചെയ്യാൻ കഴിയില്ല. അതിന് മുൻപോ പിൻപോ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഉദരത്തിലുള്ള കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ആ ബ്ലഡിനകത്തിലേക്ക് എന്തെങ്കിലും ആൻറ്റിബോഡീസ് കലർന്നിട്ടുണ്ടെങ്കിൽ
അതിന് അത് ഡെലിവറി ടൈമിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക, ആ കുഞ്ഞ് ജനിച്ചിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഏക പോം വഴി. അതിന് മുൻപായിട്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാലയളവല്ല അത്. അപ്പോൾ ഇതെല്ലാ റിസ്കുകളും ഞങ്ങൾ മനസ്സിലാക്കി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങൾക്ക് ഒരനന്തര തലമുറയെ തരണം, അത് ജീവനോടെ തരണം, ആരോഗ്യമുള്ളതായിട്ട് തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡെലിവറി ടൈമായി. ഞാൻ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ഡോക്ടേഴ്സ് ഇതേ സെയിം അനുഭവങ്ങളെല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഓക്കെ ആയിരുന്നു. പക്ഷേ ഡെലിവറിക്ക് മുൻപായിട്ട് 2 ദിവസം മുൻപായിട്ട് തന്നെ എന്നെ അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ നേരണത്തെ സഭ ഞങ്ങളെ കൂട്ടമായിട്ട് വന്ന പാഴ്സനേജിൻ്റെ കോമ്പൗണ്ടിൽ, ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കരം കോർത്ത് പിടിച്ച് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അടുത്ത ദിവസം എന്നെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എന്നെ അതുവരെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പോലും സമീപത്തില്ലാതിരിക്കുമ്പോൾ എനിക്ക് ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ തന്നു. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എന്നെ അതുവരെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ തന്നെ എനിക്ക് ഒരു വിടുതൽ ദൈവം തന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഊനവുമില്ലാത്ത നല്ല സുന്ദരനായ ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നത്. അതാണ് ഇന്ന് ജസ്റ്റിൻ മോൻ. അപ്പം അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ വീണ്ടും എനിക്ക് ആൻറ്റി ഡി എടുത്തു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ബി പോസിറ്റീവ് എന്നാണ് കാണുന്നത്. അപ്പോഴും എനിക്ക് ഒരു ആൻറ്റി ഡി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ആൻറ്റി ഡി എടുക്കും. കാരണം ഈ കുഞ്ഞിന് എത്ര ആയുസ് ഉണ്ടാകും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏകദേശം 1 ദിവസം 1.5 ദിവസം കൂടെ അവരവിടെ വെയിറ്റ് ചെയ്ത് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കുഞ്ഞിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ 3-ാം ദിവസം എന്നെ അവരവിടെ ഡിസ്ചാർജാക്കി. അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞത്, ഈ ഹോസ്പിറ്റൽ ഉണ്ടായ ചരിത്രം മുതൽ ഇന്ന് വരെ ഇങ്ങനെയൊരു അത്ഭുതകരമായ ഒരു വിടുതൽ, മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു ഡെലിവറി, ഇങ്ങനത്തെ കേസുകളിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു ഡെലിവറി ആദ്യമായിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു അത്ഭുത വിടുതലാണ്. ജസ്റ്റിമോന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്ന് 28 വയസ്സ് ജസ്റ്റിമോനാകുന്നു. അന്ന് മെഡിക്കൽ സയൻസും ബുദ്ധിമാന്യം ഉണ്ടാകാം എന്ന് വിധി എഴുതിയ ആളാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു വേറൊരു ടെസ്റ്റിമണി നിങ്ങൾക്ക് ഉണ്ട്, അതോടെ ഒന്ന് ഷെയർ ചെയ്യുമോ ജസ്റ്റിൻ്റെ കാര്യത്തിൽ? ജസ്റ്റിൻ്റെ കാര്യത്തിൽ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾ ആഞ്ഞിലിത്താനം സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലത്ത് ചില ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന അവിടെ നടന്നു. പ്രാർത്ഥന തീരുന്ന ഞായറാഴ്ച ആരാധനാ മധ്യത്തിൽ ആംപ്ലിഫയറും നമ്മുടെ മൈക്കൂടെ കണക്ട് ചെയ്യുന്ന ആ കണക്ടർ, കേബിളിൻ്റെ കണക്ടർ, ഏതോ ഒരു കുഞ്ഞ്, പ്രായമുള്ളൊരു കുഞ്ഞ് മുറ്റത്തുനിന്ന്, അത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ എവിടെ കിടന്ന് കിട്ടിയതാണ്, അവനെടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിൻ്റെ അടുക്കൽ ചെയ്തിങ്ങനെ കറക്കി ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ആ സാധനം കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് അവന് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഏത് സാധനം കിട്ടിയാലും അവർ പെട്ടെന്ന് പിടിച്ചു മേടിക്കും. പെട്ടെന്ന് അവർ ചെയ്യുന്നത് വായിലേക്ക് ഇടുക എന്നുള്ളതാണ്. ആ വസ്തു ജസ്റ്റിൻ വായിലേക്കിട്ടു. അത് തൊണ്ടയ്ക്ക് കയറി സ്റ്റക്കായിപ്പോയി. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സഭായം നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ അന്നത്തെ ഈ സംഭവത്തിന് സാക്ഷിയാണ് പാസ്റ്റർ ജേക്കബ് ജോ. അദ്ദേഹത്തിൻ്റെ മാതൃസഭ കൂടെയാണല്ലോ ആഞ്ഞിലിത്താനം ചർച്ച്. അന്ന് മറ്റ് ചില ദേവദാസന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് രൂത്ത് കുഞ്ഞിനെ ഒരു ഷീറ്റിൽ ഇങ്ങനെ ഇട്ട് ദൈവത്തിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തൊണ്ടയ്ക്ക് ഇത് കയറി സ്റ്റക്കായി. വിദേശത്തു നിന്ന് വന്ന നേഴ്സസ് ഉണ്ട്. കുമ്പനാട് ഫെലോഷിപ്പിലുണ്ടായിരുന്ന ഡോക്ടർ അന്നമ്മ ദാനിയൽ ഡോക്ടർ അവിടെ ഉണ്ട്, നേഴ്സസ് ഉണ്ട്. അവരെല്ലാവരും മാറി മാറി നോക്കി ഈ വായിൽ തൊണ്ടയ്ക്ക് സ്റ്റക്കായി പോയ ആ വസ്തു തിരിച്ചെടുക്കാനായിട്ട്. അവർ വളരെ പരിശ്രമിച്ചിട്ട് അത് ലഭിച്ചില്ല. ഈ സമയത്ത് ഞാനും വളരെ ക്ഷീണിതനായി. കുഞ്ഞ് മരിക്കുന്ന രംഗത്തേക്ക് വന്നു. അവൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടികളെല്ലാം വെളിയിലേക്ക് വന്നു. ചെറിയ രോമക്കുത്തുകളെല്ലാം ബ്ലഡ് ഇങ്ങനെ നിറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ശരീരം ഒരു കളർ വ്യത്യാസം വരുന്ന പോലെയായി. ഡോക്ടർ അന്നമ്മ ദാനിയൽ കുഞ്ഞിനെ ഇങ്ങനെ കമിഴ്ത്തിയിട്ടിട്ട് ഛർദ്ദിപ്പിക്കാനായിട്ട് അങ്ങനെയാണ് അവരുടെ പഠനത്തിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അവസാനം അവരുടെ കൈ 2 പ്രാവശ്യം 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിരൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ത്രെഡുള്ള ഭാഗം തിരിഞ്ഞാ കിടന്നത്. അതുകൊണ്ട് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ പ്രാർത്ഥനയോടെ
ആ വസ്തു എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടറുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ്. കാരണം അവരുടെ നോട്ടത്തിൽ രക്ഷയില്ല, സാധ്യതകളൊന്നുമില്ല. ഇതിനിടയ്ക്ക് ആളുകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് പുഷ്പഗിരി പോകാം, സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇതെല്ലാം ഞാൻ ഇത്രയും പറയുന്നെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം തീരുകയാണ്. ഡോക്ടർ അവരുടെ കരം കുഞ്ഞിൻ്റെ തൊണ്ടയ്ക്കിട്ടിട്ട് 2ാമത്തെ 3ാമത്തെ പ്രാവശ്യത്തെ അറ്റംപ്റ്റാണത്. സാധനം ദൈവത്തിൻ്റെ കൃപയാൽ വലിച്ചൂരിയെടുത്തു. അപ്പോൾ ഒരു വശത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ടും മറുവശത്ത് തൊണ്ടയ്ക്ക് പോയ ആ വസ്തു ഇട്ടുകൊണ്ട് ഡോക്ടർ അന്നമ്മ ദാനിയേൽ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ ഇങ്ങനെ ദൈവം ഞങ്ങളെ നടത്തിയ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം അനുഭവങ്ങളാണ് ഞങ്ങളെ ബലപ്പെടുത്തി നിലനിർത്തി ദൈവമക്കൾക്ക് ഒരു പ്രചോദനം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നൽകുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്നെങ്കിൽ അത് ദൈവം തന്ന അനുഭവങ്ങളിൽ കൂടെ മാത്രമാണ്. ഞാൻ ജസ്റ്റിനെ കുറിച്ച് പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ഒരു അനുഭവം കൂടെ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രതിസന്ധിയുടെ നടുവിലാണ് ജസ്റ്റിനെ ഞാൻ കൺസീവ് ആകുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു 6 മാസമായപ്പോൾ, അന്ന് ഞങ്ങൾ നെർണാൻ സഭയിൽ തന്നെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു സൈക്കിൾ യാത്രികൻ ഞങ്ങൾക്ക് മുൻപിൽ വന്ന് ക്രോസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പാസ്റ്റർ സ്കൂട്ടർ ബ്രേക്ക് ചവിട്ടി. ഞങ്ങൾ 3 പേരും റോഡിലേക്ക് വീണു. ഞാനന്ന് 6 മാസം ജസ്റ്റിനെ കൺസീവ് ആയിരിക്കുന്നു. മോൾ ഞങ്ങളുടെ കൂടെയുണ്ട്, 3.25 വയസ്സുണ്ട്. മോൾ ഞങ്ങളുടെ നടുക്ക് സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. അവൾ ഉറങ്ങിപ്പോയി. പക്ഷേ 3 പേരും റോഡിലേക്ക് വീഴുകയും ഞാനും വീണു. പക്ഷേ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നൊന്നും ആ സമയത്ത് മനസ്സിലാകുന്നില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് കണ്ണ് തുറന്ന് ഒരു ബോധം വന്ന് നോക്കിയപ്പം മോൾ റോഡ് സൈഡിലുള്ള പുല്ലിൻ്റെ പുറത്ത് ബോധരഹിതയായി കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ മുട്ടുകുത്തി വീഴുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മോളെയാണ് നോക്കുന്നത്. മോളിങ്ങനെ കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് മറ്റൊന്ന് ഞാൻ എന്തവസ്ഥയിലാണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നില്ല. പാസ്റ്ററും പെട്ടെന്ന് എഴുന്നേറ്റു കുഞ്ഞിനെ നോക്കി. കുഞ്ഞിനെ പെട്ടെന്ന് കോരിയെടുത്തു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഒന്നിച്ചു കൂടി. ഭയങ്കര മഴയും കാറ്റുമുള്ള ഒരു സമയമായിരുന്നു. ആൾക്കാരെല്ലാം അടുത്ത് കൂടിയെങ്കിലും ആരും ഞങ്ങളെ ഒന്നും സഹായിക്കാനായിട്ട് മുതിരുന്നില്ല. കാരണം അത് അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ലോറി അവിടെ കിടന്നു. ആ ലോറിയിലേക്ക് ഞങ്ങളെ വലിച്ച് കയറ്റി. ഞങ്ങൾ കുഞ്ഞിനെ നോക്കിയിട്ട് കുഞ്ഞിനെ മോളുടെ പുറമെ ബാഹ്യമായിട്ട് യാതൊരു മുറിവോ രക്തമോ മറ്റൊന്നും കാണുന്നില്ല. എന്നാൽ അവൾക്ക് ബോധമില്ല, ഒരു അനക്കം പോലും ഇല്ല. ഞങ്ങൾ ചിന്തിച്ചു തീർച്ചയായിട്ടും മരിച്ചു പോയിരിക്കും, അതുപോലെയുള്ള ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഈ സമയത്ത് ഞങ്ങൾ വന്ന അതിലെ കൂടെ തിരുവല്ലയിൽ നിന്ന് നെരണത്തിന് പോകുന്ന ഒരു ബസ് ആ സമയത്ത് അത് പാസ് ചെയ്തു. അതിൽ ഞങ്ങളുടെ നെർണൻ സഭയിലുള്ള ചില വിശ്വാസികളുണ്ടായിരുന്നു. അവർക്ക് ഈ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ, സ്കൂട്ടറിൻ്റെ നമ്പർ കണ്ടപ്പോൾ ഇത് പാസ്റ്ററുകളുടെ വണ്ടിയാണെന്ന് മനസ്സിലായി. അവർ ആ നെരണത്തിൽ ചെന്നിറങ്ങിയിട്ട് അവിടെയുള്ള സഭയിലുള്ള എല്ലാ ദൈവമക്കളോടും പറഞ്ഞു, പാസ്റ്ററിൻ്റെ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവരെ അവിടെ കാണുന്നില്ല, ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയെന്നൊന്നും ആർക്കും ഒന്നും അറിയില്ല. ഇതുപോലെ ഫോൺ സൗകര്യം ഒന്നും ഉള്ള സമയമല്ലായിരുന്നു. വിശ്വാസികളെല്ലാം തിരുവല്ലയിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് വിളിക്കുന്നു, പരിമല ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ആ ലോറിയിൽ കയറ്റിയിട്ട് കടപ്ര എന്ന ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ കയറ്റി പരിമലയിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വഴിമധ്യേ ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈ ഇങ്ങനെ നോക്കിയപ്പം മോളുടെ തലയ്ക്ക് പുറമെ നല്ല ഭയങ്കരമായ ഒരു മുഴ ഉണ്ടായിരുന്നു. പക്ഷേ മോളുടെ പല്ല് കോർത്തു. അവൾക്ക് ജീവൻ ഉണ്ടോയെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ആ യാത്ര. ഞങ്ങൾ വളരെ കരഞ്ഞ് നിലവിളിച്ചാണ് ഹോസ്പിറ്റലിലെത്തിയത്. അവിടെ ചെന്നപ്പോഴേക്കും സ്റ്റാഫുകളെല്ലാം പോകുന്ന ഒരു സമയമായിരുന്നു. എങ്കിലും മോളുടെ എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞു വേഗത്തിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുഷ്പഗിരിയിലേക്ക് മോളെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ വന്നെല്ലാം നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, തലയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വലിയ പ്രയാസമാണ് ഇങ്ങനെ ബോധരഹിതയായത്, സാരമില്ല, അത് മാറിക്കോളും എന്ന് പറഞ്ഞ് അവരവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മുട്ടിടിച്ച് ഞാൻ വീണു, പക്ഷേ വയറിടിച്ച് വീണില്ല.
അപ്പം നെരണത്ത് എല്ലാവരും പറഞ്ഞത് 4 പേരും പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വയറിൽ ഉള്ള കുഞ്ഞു പൊന്നെ മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അവിടെ എല്ലാം കേൾവിയായത്. പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് TMMലെ ഡോക്ടറെയാണ്. അപ്പം ഞാൻ വേഗത്തിൽ പുഷ്പഗിരിയിൽ നിന്ന് TMMലെ ഡോക്ടറെ അടുക്കെ ചെന്ന് ഡോക്ടർ എന്നെ എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, രൂത്തെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല, വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷേ എൻ്റെ ഈ മുട്ടിൻ്റെ ഒരു ഭാഗം മുതൽ ഏണു വരെയും കറുത്ത് കരിനീലിച്ച് ഞാൻ അങ്ങനെ മുട്ടടിച്ചിട്ട് നേരെ ചരിഞ്ഞാണ് വീണത്. അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എല്ലാം ജീവനില്ലാത്ത അവസ്ഥയിലായിപ്പോയി ആ ഒരു ഭാഗം മുഴുവൻ. പക്ഷേ കുഞ്ഞിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. അങ്ങനെ ഒരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് പോലും ജസ്റ്റിനെ ദൈവം രക്ഷിച്ചു. അങ്ങനെ വലിയ ആക്സിഡൻറ്റുകൾ ഒന്നല്ല, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് എടുത്തു പറയാനായിട്ടുണ്ട്. ദൈവം കരുതുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഐസ് ബ്രേക്കർ പോലൊരു സെഷൻ ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു വാക്ക് പറയും. അപ്പം ആ വാക്ക് പറയുമ്പോൾ അങ്കിളുടെ മനസ്സിലോട്ടും ആൻറ്റിയുടെ മനസ്സിലോട്ടും പെട്ടെന്ന് എന്താണ് വരുന്നത് ഒത്തിരി ആലോചിക്കാൻ പാടില്ല. ജസ്റ്റ് എന്താണ് ആദ്യം വരുന്നത് അതിനെപ്പറ്റി ഒരുപാട് വലിയ ഇതല്ല, 1-2 വാക്കുകളിൽ പറയുക. ഓക്കെ, ഞാനൊരു അങ്കിളോട് ആദ്യം ചോദിക്കാം. ബാപ്റ്റിസം എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിൽ അതിനെ മാമോദിസ എന്ന് പറയുന്നു. നമ്മളതിന് സ്നാനമെന്ന് പറയുന്നു. സ്നാനത്തിന് രണ്ട് അർത്ഥങ്ങൾ അല്ലെങ്കിൽ രീതികൾ. ഒന്ന് ശിശുസ്നാനം, വിശ്വാസ സ്നാനം. നമ്മളത് സ്വീകരിക്കുന്നത് വിശ്വാസ സ്നാനം. അപ്പോൾ സ്നാനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനോട് ചേരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുകയാണ്. മരിച്ചയാളിനെ കുഴിച്ചിടുന്നതിന് തത്തുല്യമായി പഴയ മനുഷ്യനെ അവൻ്റെ സകല രാഗമുഖങ്ങളോടുകൂടെ കുഴിച്ചിടുന്നു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ പാപ സ്വഭാവത്തെ കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് വരുന്നതായിട്ടാണ് സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതും. ഓക്കെ, ആൻറ്റിയോടാണ് ചോദ്യം. ബൈബിൾ കേൾക്കുമ്പോൾ ആൻറ്റിയുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണോ അത് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ നിശ്വാസം, അതായത് ദൈവനിശ്വാസീയമായ ദൈവത്തിൻ്റെ വചനം. ഓക്കെ, അടുത്ത അങ്കിളോടാണ് കുരിശ്. ക്രിസ്ത്യാനിയുടെ ഒരു സിമ്പലായിട്ടാണ് ക്രിസ്ത്യൻസ് സിമ്പലായിട്ട് അതിനെ കാണുന്നു. ചില ആളുകൾ അതിനെ ഒരു ആരാധന വസ്തുവായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളത് ആരാധന വസ്തുവായിട്ട് കാണുന്നില്ല. ആൻറ്റി, വർഷിപ്പ് സൃഷ്ടിതാവായ ദൈവത്തെ സൃഷ്ടികളായ മനുഷ്യർ ആരാധിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങളോടാണ് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹെബ്രോനിലെ യൂത്ത് ബാക്ക് ബോൺ ഓഫ് ദ ചർച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അങ്ങളെ ബാക്ക് ടു ഹെബ്രോൻ. അങ്കിൾ ഇവിടെ 85-ലാണ് ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നല്ലേ. അപ്പം 85-ൽ അങ്കിൾ ഇവിടെ ഈ സഭയിൽ തന്നെ ആയിരിക്കും ആരാധനയ്ക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അന്ന് ഇവിടെ വന്നിരിക്കുമ്പം അന്നത്തെ ആരാധനയ്ക്ക് അങ്കിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഓർമ്മ കാണും. അന്നത്തെ ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഉള്ള പോലത്തെ ആരാധനക്രമങ്ങളായിരുന്നോ അതോ? ഞാൻ പറഞ്ഞാൽ 84, 85, 86 ആ കാലത്താണ് ഹെബ്രോനിൽ പഠിക്കുന്നത്. മിക്ക സൺഡേയിൽ ഇവിടെ ആരാധനയ്ക്ക് വന്ന് ഈ ആരാധനാലയമല്ല, ഓടിട്ട പഴയ ആരാധനാലയമാണ്. അന്നിങ്ങനെയുള്ള കസേരകൾ, ചെയറുകളൊന്നുമില്ല. സൈഡിൽ 2-3 ബെഞ്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. ഇന്നത്തെ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ ഡാനിയലാണ്. എന്നാൽ ഞങ്ങളെ പഠിക്കുന്ന ആ സമയത്ത് പകരമായിട്ട് പാസ്റ്റർ TH ചെറിയാൻ അദ്ദേഹം കുറച്ച് നാൾ ശുശ്രൂഷ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെയുള്ള ഒരു ഓർമ്മ, ചില ദിവസങ്ങളിലെ കാത്തിരിപ്പ് യോഗം, അന്ന് മാങ്ങാനം ജോസഫ് എന്നറിയപ്പെടുന്ന ആ കർത്തൃദാസൻ ചില ദിവസങ്ങളിവിടെ കാത്തിരിപ്പ് യോഗം നടത്തുന്നതും അന്ന് വൈകിയ സമയത്ത് വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ വന്ന് ആ ആരാധനയിൽ സംബന്ധിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും അഭിഷേകവും ഉണ്ടായിട്ട് ആർക്കും ആരെയും പ്രത്യേകിച്ച് നിയന്ത്രിക്കാൻ വരുന്നില്ല. ആത്മാവ് തന്നെ എടുത്ത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുന്നു, ബൈക്കിലിരുന്ന ഞാൻ എങ്ങനെ നിരത്തിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് യോഗം തീർന്നിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഇതുപോലുള്ള കസേര ഇരിപ്പൊന്നുമല്ല, പുൽപ്പായാണ്. അതിൽ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാം താഴെ ഇരിക്കുന്നു. ബൈബിൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ചിലപ്പം
വിദ്യാർത്ഥികൾക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടും. ഇന്നത്തെ പോലെയൊക്കെ തന്നെ ആരാധന രീതി പാട്ട്, പ്രസംഗം, സങ്കീർത്തനം, സാക്ഷ്യം പറച്ചിൽ. പക്ഷേ അത് കൃത്യം ഇപ്പോൾ 12 12:30 ഉള്ളൊരു നിയമമായിരുന്നില്ല. ചിലപ്പം കുറേ കൂടെ സമയം അങ്ങ് നീണ്ടുപോകും. അതിന് പ്രത്യേകിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ആ ഒരു നിലവാരത്തിലാണ് മിക്കവാറും എല്ലാവരും ആ നിലവാരത്തിലാണ് വന്നിരുന്നത്. പിന്നെ അന്നുണ്ടായിരുന്ന മറ്റൊരു വ്യത്യാസം വേഷവിധാനം. ഇന്നിപ്പം വർഷം ഇത്രയും കഴിഞ്ഞല്ലോ, വേഷവിധാനം. അന്ന് ഈ ചട്ടയും മുണ്ടും എന്ന് പറയുന്ന അമ്മച്ചിമാരുടെ ഒരു തനതായ വസ്ത്രധാരണം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ഹെബ്രോനിൽ ആരാധിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം നമുക്കങ്ങനെ കഷ്ടിച്ച് ഒരാളോ രണ്ടുപേരോ ഒരാളേ ഉള്ളൂ. അന്ന് അങ്ങനെയല്ല. ചട്ടയും മുണ്ടും ഉടുക്കുന്ന അമ്മച്ചിമാരുടെ ഒരു വലിയ സമ്പത്ത് ഇവിടെ ഉണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ സമയങ്ങളിൽ സഭയുടെ ഷെഡ്യൂൾ അനുസരിച്ചല്ല, അല്ലാതെ തന്നെ അമ്മച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കാരണം ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ ഇവിടെ അന്യഭാഷയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചിലപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ ഈ മോട്ടറാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഓടി വന്ന് മോട്ടർ ഓഫ് ചെയ്യാനോ ഓണാക്കാനോ വരുമ്പം ഇവിടെ അമ്മച്ചിമാരിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ പ്രാർത്ഥന അല്ലായിരുന്നു ആ സഭയുടെ. ഇപ്പം നമ്മൾ സന്തോഷത്തോടെ പറയുകയാണ്, ഈ 100 വർഷം പിന്നിടുമ്പോൾ ശക്തന്മാരായ ദേവദാസന്മാർ പ്രസംഗിച്ചു, പ്രവർത്തിച്ചു എന്നുള്ള സത്യമാണെങ്കിലും ഒരു മരത്തിൻ്റെ വേര് നമ്മൾ കാണുന്നില്ല. ഭയങ്കരമായ തടിയും ഇലയും ഫലവും ഒക്കെ ഉണ്ടെങ്കിലും ആ വൃക്ഷത്തിൻ്റെ വേര് കാണാത്തതുപോലെ അന്ന് ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി വേര് പോലെയായിരുന്നു അന്നത്തെ അമ്മച്ചിമാർ. അതൊരനുഭവമാണ്. അവരങ്ങനെ സ്ഥിരമായി വരികയും പ്രാർത്ഥിക്കുകയും. ഒരു പ്രത്യേകത അന്ന് ഞാൻ പറഞ്ഞു കേട്ടത്, ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടത്, അവരൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചനന്തരം മറുപടി കാണുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു അനുഭവം അന്നുണ്ട്. ഓക്കെ. പിന്നെ അന്നത്തെ 1985 അപ്പോൾ ഏകദേശം 41 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഇവിടെ അന്ന് ആരാധന കൂടാൻ ഇവിടെ വന്നു, ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷകനായിരുന്നു നിൽക്കുന്നു. ഇത്രയും വർഷത്തിൻ്റെ ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ്? സമൂഹത്തിനുണ്ടാകുന്നത് പോലെയുള്ള എല്ലാ മാറ്റങ്ങളും സഭയ്ക്കകത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ വിധത്തിലും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വസ്ത്രധാരണമായാലും പാർട്ടിസിപ്പേഷൻ, ഇരിക്കുന്ന ക്രമീകരണമായാലും സമയത്തിൻ്റെ കാര്യമായാലും എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടായി. മറ്റൊരു രീതി പറഞ്ഞാൽ അന്നുള്ള ആളുകളൊന്നും ഒരുപാട് അറിവുള്ളവരായിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ദൈവത്തെ ആരാധിക്കാൻ വരിക, ദൈവത്തെ ആരാധിക്കുന്ന സംതൃപ്തിയോടെ പോവുക. ഇന്ന് നമുക്ക് അറിവുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, മൊത്തത്തിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഈ ഓടിട്ട ആ ഒരു ചാപ്പലിനകത്തുനിന്ന് ഇന്ന് വളരെ നമ്മൾ സെൻട്രലൈസ്ഡ് ഈസി ആയിട്ടുള്ള ഒരു ചാപ്പലിലാണ് ഇരിക്കുന്നത്. അപ്പം അന്നത്തെ ആരാധന രീതി ഇന്നത്തെ ആരാധന രീതി തമ്മിൽ, അതായത് നമ്മുടെ സൗകര്യം കൂടിയപ്പോൾ ആരാധനയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ആരാധന എന്ന് പറയുമ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി കൊടുക്കുക എന്നുള്ളതാണ് ആരാധന. എൻ്റെ നോട്ടത്തിൽ ആ നന്ദി പ്രകടനത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്തോട് നന്ദിയുള്ളവരാണ് എല്ലാവരും. വിശ്വാസ സമൂഹം മുഴുവനും നന്ദിയുള്ളവരാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും നന്ദിയുള്ളവരാണ്. ഞാൻ പറഞ്ഞത് ആരാധന എന്ന് പറയുന്നതിന് കൊടുക്കുന്ന ആ വ്യാഖ്യാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആരാധന എന്ന് പറയുമ്പോൾ കൈയടിക്കുന്നതും അന്യഭാഷ സംസാരിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ആരാധന എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ബാഹ്യഭാഗമാണെങ്കിലും ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച ഒരു ദിവസത്തെ കൂട്ടായ്മയല്ല. 24 മണിക്കൂറും 365 ദിവസവും മത്സ്യത്തിന് വെള്ളം എങ്ങനെയോ എന്നതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് നന്ദി പ്രകടനം കൊടുക്കുന്ന ആ അനുഭവം എൻ്റെ നോട്ടത്തിൽ അന്നത്തെ നന്ദി പ്രകടനം ഇന്നും ഉണ്ട്. വ്യത്യാസങ്ങൾ വന്നാൽ ഈ ഒരു കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പ്രകടനങ്ങൾക്ക് കുറേ വ്യത്യാസമുണ്ട്. പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല, അന്ന് കുറേ കൂടെ ദൈവത്തോട് ആഴമായ ആശ്രയം ഉണ്ടായിരുന്നു. അപ്പം ആശ്രയത്തിനകത്തുള്ള ആരാധനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു പക്ഷെങ്കിൽ അത്രയും ആശ്രയം. അന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു പെൻസിലോ ഒരു ബുക്കോ വേണമെങ്കിൽ മാതാപിതാക്കളോട് പറയുമ്പം അവർ പറയുന്നത് പ്രാർത്ഥിക്കുക, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥിച്ച് മേടിക്കുന്ന ഒരു അനുഭവം ഒന്നുണ്ടായിരുന്നു.
പ്രാർത്ഥിച്ച് മേടിക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥിച്ച് കിട്ടുന്ന ഉടനെ ദൈവം പ്രാർത്ഥന കേട്ടു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പം സാക്ഷ്യം വരെ അതായിരിക്കും പറയുന്നത്. ഫീസ് കൊടുക്കാനില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു പെൻസിൽ മേടിക്കാനില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് മേടിക്കാനിരുന്നു, പ്രാർത്ഥിച്ചു, ദൈവം കൊണ്ടു തന്നു. അപ്പം കേൾക്കുന്നവർക്കൊരു സന്തോഷമുണ്ടാകും. അപ്പോൾ സ്തോത്രം പറയും. അപ്പം അതായിരുന്നു ഒരു സാക്ഷ്യത്തെ ഉളവാക്കുക എന്ന് പറയുന്നത്. മറ്റേ ആളിനും കൂടെ പ്രാർത്ഥിക്കാനും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുന്നുള്ള രോഗസൗഖ്യമായിട്ടും ഭൗതിക കാര്യങ്ങളുടെ ലഭ്യതയായാലും മറ്റിതര പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായാലും അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസമുണ്ട്. അപ്പം ഇന്ന് ചിലപ്പോൾ നമ്മൾ ബൈ ഫോഴ്സ് ചിലപ്പോൾ സ്തോത്രം പറയാനായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാവരും അതിൻ്റെ അനുഭവക്കാരായതുകൊണ്ട് ആ അനുഭവത്തിൽ അങ്ങ് സന്തോഷത്തോടെ ഈ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഈ പാസ്റ്റർ പറഞ്ഞ പോലെ വുമൻസ് ഫെലോഷിപ്പിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുകയാണ്. അങ്കിള് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ചർച്ചിൻ്റെ ഒരു വേരായിരുന്നു ഇവിടുത്തെ അമ്മച്ചിമാർ. അതുപോലെ ഇന്ന് നമുക്കുള്ളൊരു വേരാണ് ഇവിടുത്തെ വുമൻസ് ഫെലോഷിപ്പ് സഹോദരി സമാജം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെബ്രോൻ സഭയിലെ സഹോദരി സമാജം നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് ഈ ഹെബ്രോൻ സഭയുടെ വിമൻസ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമാണ്. കാരണം ഞാനും കേട്ടിട്ടുണ്ട് ഇവിടുത്തെ അമ്മച്ചിമാർ സമയം കിട്ടുമ്പോഴൊക്കെ ആലയത്തിൽ കൂടി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് തന്നെ ഇന്നത്തെ സഹോദരിമാരും വളരെ ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. ഏതൊരു വിഷയത്തിന് മുമ്പിലും അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിന് വിടുതലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. എനിക്കും ഉറപ്പിച്ച് പറയാൻ തന്നെ കഴിയുന്നത് സഭയുടെ ഒരു നാഡീവ്യൂഹം തന്നെയാണ് ഇവിടുത്തെ വിമൻസ് ഫെലോഷിപ്പ്. വുമൻസ് ഫെലോഷിപ്പിനെ പറ്റി പറയുമ്പോൾ ആൻറ്റി ഇത്രയും സഭകളായി, അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡൻറ്റ് വുമൻസ് ഫെലോഷിപ്പായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക്? സഹോദരി സമാജമായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഞങ്ങൾ ശുശ്രൂഷിച്ച് വന്ന കാലയളവിലെല്ലാം ആ സഭകളിലൊക്കെ വിമൻസ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ മേഖലകളിലേക്ക്, പ്രവർത്തന മേഖലകളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി, അങ്ങനെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിക്കുക, അങ്ങനെ മറ്റ് പല സുവിശേഷീകരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ സന്ദർശനം, മറ്റ് ചർച്ചിനോടനുബന്ധമായിട്ട് മറ്റ് അടുത്ത് കിടക്കുന്ന എല്ലാ ഭവനങ്ങളിലും, ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും സുവിശേഷീകരണം, ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള സഭകളിലൊക്കെ അങ്ങനെ ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സഹോദരിമാരെ ഉത്സാഹിപ്പിച്ച് വിവിധ മേഖലകളിലേക്ക് അവരുടെ താലന്തുകളെ പ്രയോജനപ്പെടുത്താനായിട്ട്, പ്രാർത്ഥനയായാലും സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതിലായാലും സുവിശേഷീകരണം നടത്തുന്നതിലായാലും എല്ലാം പല മേഖലകളിലേക്ക് അതിനെ വ്യാപിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അങ്കിളെ ഈ 100ാമത്തെ വർഷത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അങ്കിളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടോ? അതായത് എനിക്കിനി ഇപ്പം 2 വർഷമായി ചർച്ചിലൂടെ നിൽക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അങ്കിളിനെ പറ്റി, ഇനിയും എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ വിഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെയ്തു എന്ന് അഭിമാനിക്കുന്നില്ല, എങ്കിലും ചെയ്തതൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രത്തോളം നടത്തി. എനിക്ക് ഉള്ള ദർശനം എന്ന് പറയുന്നത് ഇവിടെയുള്ള യൂത്ത്സിനെ കൂടെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് നോർത്ത് ഇന്ത്യൻ വിഷൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭാരമുണ്ട്. എനിക്ക് ചെറിയ പ്രായത്തിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചില്ല. സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ബൈബിൾ കോളേജിൽ പഠിച്ച കാലത്ത് എൻ്റെ അമ്മയുടെ മരണം, വീട്ടിൽ ഫാദർ ഏകനായിട്ട് വന്നു. അനന്തരം പിന്നെ എനിക്ക് നോർത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. മണക്കാലയിലെ പഠനം കഴിഞ്ഞു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നോർത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിച്ചില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ വേല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പം മുമ്പേ പറഞ്ഞ പോലെ എനിക്കൊരു വികാരമാണ്. അപ്പം എൻ്റെ ആഗ്രഹമാണ് ഇവിടെയുള്ള യൂത്ത്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കുറഞ്ഞ പക്ഷം വർഷത്തിലൊരിക്കലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ സന്ദർശനവും സുവിശേഷകന്മാരെ സഹായിക്കുകയും അവിടുന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ലോക്കൽ ചർച്ചിനോടൊന്ന് പറയും, ഇതൊരു മിഷണറി സപ്പോർട്ട് ചർച്ചായിട്ട്. ഒരു പക്ഷേ എല്ലാ യൂത്ത്സിനും ഇനിയും മിഷണറിമാരാകാൻ പറ്റുമെന്ന് എനിക്കറിയാമല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും
മിഷണറി നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന്മാർക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ, പ്രാർത്ഥന സപ്പോർട്ട്, അവരെക്കുറിച്ചുള്ള അറിവുകളും മനസ്സിലാക്കിയിട്ട് അത് ഇവിടെ ഒന്ന് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ സഭയിൽ നിന്ന് അങ്ങനെ ഒരു കൂട്ടം ആളുകളുമായിട്ട് പോകണമെന്ന് ഞാൻ കഴിഞ്ഞ 2 വർഷവും ആഗ്രഹിച്ചു. പല അസൗകര്യങ്ങളും സാധിച്ചില്ല. കർത്താവിന് വെച്ചാൽ ഈ വർഷത്തിലെങ്കിലും അങ്ങനെ ഒന്ന് പോകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് അങ്ങനെ ഒന്ന് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിൽ ഇപ്പം ഈ ചർച്ചിനുള്ളിലല്ലാതെ നമ്മൾ ചർച്ചിന് ഔട്ട് ഓഫ് ചർച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വളരെ അഭിമാനത്തോടെ ഞാൻ പറയാം, ഒരു പക്ഷേ ഇതര പെന്തക്കോസ്ത് സഭയിലില്ലാത്തൊരു പ്രത്യേകത നമ്മുടെ ഈ ഹെബ്രോൻ ചർച്ചിനുണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസമുള്ള സുവിശേഷീകരണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും മറ്റ് സഭകളെ വരുത്താതെ നമ്മൾ തന്നെ എൻ്റെ സാമ്പത്തികം എടുത്തുകൊണ്ട് വാഹനം എടുത്ത് ഭക്ഷണവും വാഹനത്തിനുള്ള ചെലവും എല്ലാം നമ്മൾ തന്നെ വഹിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയി ഒരു ദിവസത്തെ പരസ്യ സന്ദർശനം, പരസ്യ യോഗങ്ങൾ ചെയ്യുന്നു. ഒരു 25-നും 50-നും ഇടയ്ക്കുള്ള ആളുകൾ ഓരോ ആഴ്ചയിലും രക്ഷിക്കപ്പെടുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന ആളുകളെ അതത് സ്ഥലത്തുള്ള സഭയെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ആളുകൾ തിരിച്ചു വരുന്നു. അപ്പം ഇതര സഭകളില്ലാത്തൊരു പ്രത്യേകതയാണ് ആഴ്ചയിൽ ഒരു ദിവസമുള്ള സുവിശേഷീകരണം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ അത് ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നു. 2-3 അവസരങ്ങൾ ഞങ്ങൾക്കും കുടുംബമായിട്ട് പോകാനായിട്ട് സാധിച്ചു. പോയൊക്കെ വളരെ അനുഗ്രഹമാണ്. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നു. അതൊരു പ്രത്യേകത. രണ്ടാമത്, ഈ സഭയോടുള്ള ബന്ധത്തിൽ മുൻകാലങ്ങളിൽ നോർത്ത് ഇന്ത്യയെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. എന്നാൽ ഇടക്കാലങ്ങളിൽ അതെങ്ങനെയോ നിന്നുപോയി. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ 16 വേലസ്ഥലങ്ങളെ പ്രതിമാസം ഏകദേശം 45,000-50,000 രൂപ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ദൈവം ഇടവരുത്തുന്നുണ്ട്. അത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ സഭ മുഖാന്തരം നിലനിൽക്കുന്ന സഭകളാണത്. ഈ ശതാബ്ദി വർഷത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സഭ മുഖാന്തരം ചില ദൈവദാസന്മാരും ചില സഭകളും വളരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു സെഷൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മൾ അപ്പച്ചന്മാരെന്ന് പറയുന്നെങ്കിലും കുറേ പേരുണ്ടായിരുന്നു, യുവജനങ്ങളായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു ലെഗസി ഒരു 100 വർഷത്തേക്ക് എത്തിച്ചു. ഇന്നത്തെ ഈ ജനറേഷൻ, ഇന്ന് ഹെബ്രോൻ സഭയിലെ യുവജനങ്ങളോടുള്ള അങ്കിളുടെ ഒരു കാഴ്ചപ്പാടാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. അടുത്തൊരു 100 വർഷം, അതായത് കർത്താവ് വന്നില്ലെങ്കിൽ ഇനിയും വരുന്ന വർഷങ്ങൾ എങ്ങനെയാണ് ഈ ലെഗസി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? പഴയ ആ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണുള്ളത്. സോ എങ്ങനെയായിരിക്കാം ഞങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന പോലെ അങ്കിൾ എന്തായിരിക്കും പറയാനുള്ളത്? പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്, മാറ്റങ്ങളെ പൊതുവെ ഉൾക്കൊള്ളണം. സഭ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. ഇപ്പം 100 വർഷത്തിന് മുൻപ് എന്തായിരുന്നോ അന്നത്തെ വസ്ത്രധാരണം ഇന്നുണ്ടാകണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. അന്നത്തെ ജീവിത രീതി ഇന്ന് അതിലേക്ക് മടങ്ങിയുണ്ടെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ, വേദപുസ്തകത്തിന് മാറ്റം വരുത്താതെ, വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ, രീതികൾക്ക് മാറ്റം വരുത്തി മാറ്റങ്ങളെ, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ സഭ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളാത്ത പക്ഷം സംഭവിക്കുന്നത് ന്യൂ ജനറേഷൻ സഭയിലേക്ക് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇന്ന് സഭകളെ ബാധിക്കുന്നൊരു വല്ലാത്ത വിഷയമാണ്. കാലഘട്ടത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ സഭയിലെ മുതിർന്നവർ ഉൾക്കൊള്ളുകയും യുവജനങ്ങൾക്ക് അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു പരിധിവരെ ഞാനത് സഹോദരന്മാരുടെ ആ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ 100 വർഷത്തിന് മുൻപ് അപ്പച്ചന്മാർ കർത്താവിന് വേല ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് കണ്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവരെന്താണോ, അവർ ബൈബിൾ സ്കൂളിൽ പോയല്ല അത് പഠിച്ചത്. അവരുടെ വീട്ടിലുള്ള രാവിലെ ആയിട്ടുള്ള പ്രാർത്ഥന, മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതം, ഇത് കണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നത്. അവരുടെ ബേസ് എന്ന് പറയുന്നത് വീട്, ചർച്ച്. ഇത് രണ്ടും അവർക്ക് മാതൃകയായിരുന്നു. അപ്പോൾ ആ മാതൃകയിലാണ് വളർന്നു വന്നത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ സമൂഹത്തോട് പറയാനായിട്ടുള്ളത്, നമ്മളെ അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഏറ്റവും പരമപ്രധാനമായിരിക്കും നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രാർത്ഥനകളും കൂട്ടായ്മകളും സജീവമാക്കുക, കുഞ്ഞുങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തുക, സഭ വീട് ഇത് തമ്മിലുള്ള കുറേ കൂടെ അടുപ്പം ഉണ്ടാക്കിയെടുക്കുക. വീട്ടിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ സഭ അല്ലെങ്കിൽ ചർച്ച് അവർക്കൊരാശ്രയമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും തലമുറകൾ നഷ്ടപ്പെടത്തില്ലെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം.
ഓക്കെ അങ്ങളെ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് പല പോരായ്മകളും കാണും, എന്നാലും ഞങ്ങളോട് ക്ഷമിക്കുക. തുടർന്ന് ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ആൻറ്റി, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. വളരെ നല്ല ടെസ്റ്റിമണികളും അനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. കാര്യം ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഇങ്ങനൊരു കാര്യത്തിൽ. ഞങ്ങൾ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്, കൊണ്ട് ഒത്തിരി പോരായ്മകളുണ്ടാവും. വ്യൂവേഴ്സ് ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾക്ക് സജഷൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാം, ഹെബ്രോനിലെ യൂത്ത്സിനോട് ഷെയർ ചെയ്യാം. തുടർന്ന് ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഗസ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഹെബ്രോനിലെ യൂത്ത്സിനെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഒരു വലിയ ഉണർവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂത്ത്സിനെ മാത്രമല്ല, എല്ലാ വ്യൂവേഴ്സിനോടും കൂടെ ഞാൻ പറയുകയാണ്, ഞങ്ങളെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന യുവജനങ്ങൾ, നിങ്ങളാണ് ദൈവസഭയുടെ സമ്പത്ത്. നിങ്ങൾ വർദ്ധിച്ച് വലുതായി വളർന്ന് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഹെബ്രോനിലുള്ള എല്ലാ യൂത്ത്സിനോടും ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ശതാബ്ദിയുടെ നിറവിലാണ്. ജൂലൈ മാസം 12-ാം തീയതി നമ്മുടെ സഭ ഉടലെടുത്തിട്ട് 100 വർഷം പിന്നിടുന്നു. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പുറകിൽ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ കൂടെ അത് ബോധ്യപ്പെടുത്തി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ യുവജനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ കുറേ കൂടെ പ്രായമുള്ളവരാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പോരായ്മകൾ പറഞ്ഞു തന്നാൽ ഇനിയും നമുക്ക് 2-3 ആഴ്ച നമ്മുടെ മുൻപിലുണ്ട്. പോരായ്മകൾ നികത്തി കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഉണ്ടാകണം. നമുക്കൊരുമിച്ച് സെലിബ്രേഷൻ ഏറ്റവും നല്ല നിലയിൽ കർത്താവിന് സ്തോത്രാർപ്പണം എന്ന നിലയിൽ അത് അർപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങളുടെ എല്ലാ എഫേർട്ടിനും സ്വർഗസ്ഥനായ ദൈവം പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.